ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഡ്രം ബ്രേക്ക് സിസ്റ്റം ബാക്കത്തെ മൊത്തമായിട്ടുള്ള ആ ഒരു കിറ്റ്, അസംബ്ലി കിറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഫുള്ള് ജാമായിട്ടുണ്ട്. അത് നമ്മൾ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ പുതിയ മോഡലിൽ വരുന്ന ടൈപ്പ് ഡ്രം സിസ്റ്റമാണ് നമ്മളിതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മളിവിടെ ബോക്സ് സ്പാനർ വെച്ചിട്ട്, നമുക്ക് ടൂൾ കിറ്റിൽ ഈ ഒരു സ്പാനർ അവൈലബിൾ ആയിട്ടുണ്ട്. അത് എടുക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന ആ ഒരു ബോൾട്ട് നമ്മൾ അഴിച്ചെടുക്കുക. അതിനുശേഷം നേരെയുള്ള സ്ക്രൂ ഡ്രൈവേഴ്സ് വെച്ചിട്ട് ഇതുപോലെ തട്ടി കൊടുക്കുക. ആ തട്ടി കൊടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് വശത്തേക്കായിട്ട് അതിൻ്റെ മെയിൻ റോഡ് ഊരി വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അത് നമ്മൾ പതിയെ പുറത്തോട്ട് വലിച്ചിട്ട് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യുക. ഊരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ നമ്മൾ ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു സിസ്റ്റം, അവിടെ നമ്പേഴ്സൊക്കെ ഉണ്ടാവും, അത് കറക്റ്റ് ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനേഴ്സിൻ്റെ ആ ഒരു നട്ട് അഴിച്ച് കഴിഞ്ഞു. ഇവിടെ ഞാൻ ഒറ്റക്കാണ് ബാക്ക് ടയർ റിമൂവ് ചെയ്യുന്നത്. അടുത്തായിട്ട് ടയർ റിമൂവ് ചെയ്യുകയാണ്. വണ്ടി മൊത്തമായിട്ടും സെൻറ്റർ സ്റ്റാൻഡിൽ ഇട്ടതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. മൊത്തമായിട്ടും നമ്മുടെ വശത്തോട്ട് അടുത്തോട്ട് ചെരിച്ചതിന് ശേഷം പതിയെ ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ അതാണ്. ഞാൻ ഒറ്റക്കാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു രീതി ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനുശേഷം നമ്മളിവിടെ ബാക്ക് ലൈനറിൻ്റെ റോഡ് നമ്മൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വരുന്ന സപ്പോർട്ടീവായിട്ട് വരുന്ന ആ ഒരു നട്ട് നമ്മൾ ഊരി മാറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ബോക്സ് സ്പാനർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ അഡ്ജസ്റ്റബിൾ സ്പാനറാണ് വലിയ നട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ടൈറ്റൊക്കെ ഉണ്ടാകും. ടൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വല്ല ഹാമറോ കാര്യങ്ങളോ അതിൻ്റെ പിടിക്കുന്ന വശത്ത് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഊരി വരുന്നതായിരിക്കും. അതുപോലെ ബാക്ക് ഫുള്ള് ക്യാം സെറ്റ് ഫുള്ളായിട്ട് വരുന്നുണ്ട്. ഡ്രം ബ്രേക്കിൻ്റെ ഫുൾ സെറ്റ് അത് നമ്മൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ചെയിൻ പോക്കറ്റിൻ്റെ ആ ഒരു പാർട്ടും, അതുപോലെ തന്നെ നമ്മളിവിടെ ക്യാം എന്നാണ് ആ ഒരു പാർട്ടിന് പറയുക. അത് ഫുള്ളായിട്ട് ജാമായിട്ടുണ്ട്. തുരുമ്പാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം, അല്ലെങ്കിൽ തേയ്മാനം, അല്ലെങ്കിൽ ബെൻഡാവുക, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. മുന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു കാം സിസ്റ്റം മാത്രം എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫുള്ളായിട്ട് ജാമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തിരുന്ന് കഴിഞ്ഞാൽ പുതിയ മോഡലിൻ്റെ ഫുള്ളായിട്ട് ബാക്ക് ഡ്രം സിസ്റ്റം ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് നമ്പർ നോക്കിയിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള പാർട്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ പുതിയ ഡ്രം ബ്രേക്ക് സിസ്റ്റം ഈ ഒരു രീതിയിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇതിലുണ്ട്. അതിൽ ഈ ഒരു വാഷർ ഇവിടെ സപ്പോർട്ടീവായിട്ട് വരുന്നതാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. പുതിയതായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കുറച്ച് ഒരു വേറെ തന്നെ കുറച്ചും കൂടി തടിയിൽ അതിലൊരു സ്റ്റേ ടൈപ്പ് സപ്പോർട്ടീവായിട്ട് ഈ ഒരു വാഷറിന് പകരമായിട്ട് അവിടെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വാഷർ ഒഴിവാക്കാം. പഴയതിൻ്റെ ആ ഒരു ക്യാം സിസ്റ്റം ഈ ഒരു രീതിയിലാണ് വരിക. ഇത് കറക്റ്റായിട്ട് റൊട്ടേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് മാത്രമാണെങ്കിൽ ഈ സെറ്റ് മാത്രമായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ മാറ്റുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫുൾ സിസ്റ്റം പുതിയ മോഡലൊക്കെ വരുന്ന സെയിം സിസ്റ്റം നമുക്കിത് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഏകദേശം ഒരു 1200 രൂപയുടെ ഉള്ളിലാണ് ഇതിന് റേറ്റ് വരുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അവിടെ വരുന്ന പഴയതിന് വലിയൊരു വാഷർ നമ്മൾ ഈ ഒരു ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഇവിടെ നമ്മൾ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റമാണ്. നമുക്ക് ചെയിന് ടൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ പുറകോട്ട് വലിക്കുക, ഇനി ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ട് തള്ളി വെക്കുക. അതാണ് അതിൻ്റെ സിസ്റ്റം വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വരുന്ന ആ ഒരു നട്ട് നമ്മൾ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യേണ്ട, കൈ കൊണ്ട് ആവറേജ് എന്നുള്ള രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് മുന്നോട്ടും പുറകോട്ടും വലിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ നമ്മൾ ചെയിൻ പോക്കറ്റിൻ്റെ ആ ഒരു പാർട്ട്
ഇതിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അത് കറക്റ്റാണെന്ന് നോക്കുക. അതിന് ശേഷം നമ്മൾ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുക. ചെയിൻ മുന്നേ എത്രയാണോ ഉണ്ടായിരുന്നത് അത് തന്നെ നമ്മളിടുന്ന സമയത്തും സെയിം ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയിൻ കറക്റ്റ്, നല്ലോണം ടൈറ്റ് ആവാനും പാടില്ല, എന്നാൽ നല്ലോണം ലൂസ് ആവാനും പാടില്ല. ആ ഒരു രീതിയിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെറിയ രീതിയിൽ ടൈറ്റ് ചെയ്താൽ മതി. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചിലപ്പോൾ ലാസ്റ്റിൽ ആവശ്യമായിട്ടുണ്ടാകും. അപ്പോൾ ഒരു മീഡിയം എന്നുള്ള രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കുക. സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ചെയിൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ലോക്ക് ഇവിടെ വരുന്നുണ്ട്. നമ്മൾ മുമ്പ് എത്രയാണോ നമ്പർ ഉണ്ടായത് സെയിം നമ്പർ തന്നെ ഇട്ട് കൊടുക്കുക. അതല്ലാണ്ട് നല്ലോണം ലൂസായിട്ടുണ്ട് ഒരു നമ്പർ ഒന്ന് കൂട്ടി കൊടുക്കുക. ഇവിടെ ഇടുന്ന സെയിം നമ്പർ തന്നെ ആയിരിക്കണം ഓപ്പോസിറ്റ് സൈഡിലും വരുന്നത്, അല്ലെങ്കിൽ അലൈൻമെൻറ്റൊക്കെ മാറാനൊരു സാധ്യതയുണ്ട്. അത് വെച്ചതിന് ശേഷം നമ്മളിവിടെ വലിയ ആ ടൈപ്പ് നട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആ വാഷർ നമ്മൾ ഇടേണ്ട കാര്യമില്ല. വാഷർ ഉണ്ടെങ്കിൽ അലൈൻമെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ വാഷർ ഒഴിവാക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ ഈ ഒരു രീതിയിൽ നട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിത് പൂർണ്ണമായിട്ടും ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പേ കറക്റ്റ് ബെയറിങ് അതുപോലെയുള്ള ബാക്ക് ബ്രേക്കിംഗ് സിസ്റ്റം അത് ഏകദേശം ഒന്ന് വർക്ക് ആവുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചെയിനൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബ്രേക്കൊക്കെ ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കുക, കറക്റ്റ് വർക്കിംഗ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം. നിങ്ങളുടെ കൈ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെയിൻ്റെ ഇടയിൽ കുടുങ്ങാതെ വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതിനുശേഷം നമ്മളിവിടെ മെയിൻ ബ്രേക്കിൻ്റെ ആ ഒരു പാർട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുക. ബാക്കിയുള്ള ആ ഒരു വലിയ നട്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ പ്ലേ ചെക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലേ ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്യുക. നിങ്ങളെ കൈ കുടുങ്ങാതെ വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലേ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അവിടെയും കാണാം നമ്മൾ ഞാൻ നേരത്തെ അഴിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. ബാക്ക് ബ്രേക്കിൽ വരുന്ന ആ ഒരു റോഡ്, അതായത് പെഡലിൽ വരുന്ന ഒരു റോഡാണ്. അത് അഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. ആ ഒരു ജോയിൻറ്റിൽ അവിടെ ഒരു ചെറിയൊരു സ്റ്റോപ്പർ, പിന്ന് പോലെയുള്ള സ്റ്റോപ്പർ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ആ ഒരു പാർട്ട് നമുക്ക് അഴിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അഴിച്ചെടുക്കാം. എനിക്ക് ചെറിയ വേറെ ഒരു വർക്ക് ഉണ്ടായിരുന്നു, വണ്ടി എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ബാക്ക് ബ്രേക്ക് ഇല്ലാതെയാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ നിലത്തോടുകൂടെ വരിയുന്നതുകൊണ്ടും വേറെ എവിടെയും നമുക്കത് കെട്ടി വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, ഡേഞ്ചറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് അഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പിന്ന് നമ്മൾ സേഫ്റ്റി പിന്നാണ്, ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന ടൈപ്പ് പിന്നാണ്. അത് സ്ട്രെയിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പിന്നൊന്ന് വലിച്ചെടുക്കുക. അത് നമ്മൾ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ചെയ്യുന്നത് നമ്മളെ പെഡലും അതുപോലെ തന്നെ ബ്രേക്കിംഗ് സിസ്റ്റത്തിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹോളുള്ള ഒരു ചെറിയൊരു കണക്റ്റിംഗ് ഡിവൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഈസി ആയിട്ട് നമുക്ക് ഇടാം. ഈ ഒരു ഹോളിൻ്റെ അകത്തോടു കൂടി ആ ഒരു റോഡ് കയറ്റി വെക്കുക. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പഴയ ഒരു നട്ട് തന്നെയാണ്. അത് ഇടുന്ന സമയത്ത് കുറച്ച് ടൈറ്റ് ഉണ്ടാവും. നമ്മളൊന്ന് കറക്റ്റ് ഒരു ഹാർഡ് പുഷ് ചെയ്തതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പതിയെ കുറച്ച് ലൂസായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ബ്രേക്ക് ടൈറ്റ് ചെയ്യാനും കൂട്ടുവാനും കുറക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു നട്ടാണ് ടൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൂസ് ചെയ്യുക ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുക. ഇതൊക്കെ കഴിഞ്ഞ ശേഷം വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക, ബ്രേക്കിംഗ് എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിവിടെ പമ്പിങ്ങൊക്കെ കറക്റ്റാണ്, കറക്റ്റായിട്ട് ഷൂട്ടായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു മെയിൻ വാഷർ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്തതിന് ശേഷം ഇവിടെ കറക്റ്റ് ബ്രേക്കിംഗ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് ടയർ നമ്മൾ റീഫിക്സ് ചെയ്യാണ്. ആരുടെയെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഞാനിവിടെ ഒറ്റക്കാണ് ചെയ്യുന്നത്. ഞാനൊരു 2-3 പ്രാവശ്യം ചെയ്തതിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ്, എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ഇവിടെ ഒറ്റക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ടതിന് ശേഷം ആരുടെയെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരാൾ ചെരിച്ച് പിടിക്കുക, മറ്റേ ആൾ ഇതുപോലെ ടയർ ഇടാനും അല്ലെങ്കിൽ ഊരാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഹെൽപ്പിന് വിളിക്കാം. അതാണ് സേഫ്. അപ്പോൾ നമ്മളൊരു 90% ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ബാക്ക് ടയർ ഫിക്സ് ചെയ്യുന്ന രീതി, അതിൻ്റെ ഉള്ളിൽ റബ്ബർ വാഷേഴ്സൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെയിൻ പോക്കറ്റിൻ്റെ 4 പല്ലുകൾ വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഇടുക. അതിനുശേഷം നമ്മൾ ഈ റോഡ് ഫിക്സ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അവിടെ ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ നമ്പർ വരുന്ന ഒരു
ക്ലിപ്പ് അവിടെ വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഇടത്ത് ഇടുന്ന സെയിം നമ്പർ തന്നെ വലത്തും ഇടാൻ വേണ്ടിയിട്ട് ഓർമ്മിക്കുക. അതിനുശേഷം ഇതുപോലെ പമ്പ് ചെയ്യുക, ടയറൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം ബ്രേക്ക് ഒരു 5-6 പ്രാവശ്യം നമ്മളൊന്ന് പിടിച്ചു നോക്കുക. ലാസ്റ്റായിട്ട് വരുന്ന ആ ഒരു പാർട്ട്, ഇവിടെ ലാസ്റ്റായിട്ട് വരുന്ന ആ ഒരു നട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞു. വണ്ടി നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കുക. ബ്രേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് അങ്ങനത്തെ ആ ഒരു രീതിയിൽ നമ്മളൊന്ന് ഓടിച്ചു നോക്കുക. അപ്പോൾ ആ ലാസ്റ്റ് നട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ഹാർഡിൽ ടൈറ്റ് ചെയ്യണ്ട, എന്നാലും അധികം ലൂസ് എന്നുള്ള രീതിയിലും അങ്ങനെ ആയിപ്പോകാൻ വേണ്ടി പാടില്ല. ബോക്സ് സ്പാനേഴ്സ് നമ്മളെ ടൂൾ കിറ്റിൽ അവൈലബിൾ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്പാനേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നതിനാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് അധികം കോസ്റ്റൊന്നും വരുന്നില്ല. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഉണ്ടാകുന്ന എക്യുപ്മെൻറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ടൂൾസൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ ചെയ്യാം. ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാനും ഇതൊക്കെ കണ്ടിട്ടാണ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് റൈഡ് ചെയ്ത് നോക്കുക, ബ്രേക്കിംഗ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. എനിക്കിവിടെ കാണാൻ പെർഫെക്റ്റ് ആയിട്ട് വർക്കാവുന്നുണ്ട്. നമ്മൾ ബ്രേക്ക് ഇപ്പോൾ കുറവാണെങ്കിൽ നമ്മളൊന്നുകൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയാനുള്ളത്, ലാസ്റ്റ് ഞാൻ അവിടെ ഇട്ട ഒരു നട്ട് ഇവിടെ കാണാം, അതിൻ്റെ ഒരു നട്ട് പഴയതിൻ്റെ ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് തിരിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ അത് ഞാൻ പിന്നെ മാറ്റാമെന്നുള്ള രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെന്ന് കഴിഞ്ഞാലും ബ്രേക്ക് പക്കായിട്ട് വേറൊരു ഇഷ്യൂസും ഇല്ലാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് കരുതുന്നു. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള കമൻറ്റ്സ്, സജഷൻസ് എല്ലാ കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.